ആണിന്റെ വസ്ത്രം തന്നെ പെണ്ണ് ധരിക്കണം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വാശി പിടിക്കുക. എന്തൊരു ഭ്രാന്താണ് റബ്ബേ അത്. എന്നിട്ട് അത് എന്തിന്റെ പേരിലാ? സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ. അങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിലാണെങ്കിൽ എന്തേ പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കണമെന്ന് പറയുന്നില്ല? ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കണം, അവിടെയാണ് സമത്വം. അതാ പെണ്ണിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കലല്ലേ? അതാ പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കലല്ലേ? കണ്ണിനെ ശ്രദ്ധിക്കണം, ഹറാമ് കാണരുത്, ഹറാമിലേക്ക് നോക്കരുത്. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയങ്ങളെ, ഫർജുകളെ അവർ ഹറാമാത്തിൽ നിന്ന് സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ ഓരോരുത്തരും ചെയ്യുന്നതൊക്കെയും അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു അറിയാതെ ഒന്നുമേ ചെയ്യാൻ കഴിയില്ല. ഈ നോട്ടം വലിയ മാരകമായ വിഷമാണ്. അന്നളറതോ സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. അന്നളറതു നോട്ടം, ഹറാമിലേക്കുള്ള നോട്ടം, അത് സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കാവൽ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരിമാരെ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വസ്ത്രവിധാനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മളിൽ അശ്രദ്ധ വന്നു പോയാൽ നമ്മളിലേക്ക് ആ കാരണം കൊണ്ട് ആരൊക്കെ നോക്കിയോ, ഹറാമായ നോട്ടം നോക്കിയോ, അതിനുത്തരവാദി നമ്മളാകും കേട്ടോ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിക്കണമെങ്കിൽ ഇന്ന് വലിയ പ്രശ്നമാണ്. ഇന്ന് പല പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും. അങ്ങനെയാണ് ആഖിറുസ്സമാനാകുമ്പോ ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനായി മുന്നോട്ട് പോകണമെങ്കിൽ അയാളുടെ അവസ്ഥ കൽ ഖാബിൽ അലൽ ജംറ, തീക്കണൽ പിടിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണിന്റെ വസ്ത്രം തന്നെ പെണ്ണ് ധരിക്കണം എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വാശി പിടിക്കുക. എന്തൊരു ഭ്രാന്താണ് റബ്ബേ അത്. എന്നിട്ട് അത് എന്തിന്റെ പേരിലാ? സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ. അങ്ങനെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിലാണെങ്കിൽ എന്തേ പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കണമെന്ന് പറയുന്നില്ല? ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കണം, അവിടെയാണ് സമത്വം. അതാ പെണ്ണിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കലല്ലേ? അതാ പെണ്ണിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കലല്ലേ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നത് രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? എന്നാൽ ആഖിറുസ്സമാനാകുമ്പോ ഇതൊക്കെ തലതിരിഞ്ഞു വരും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ മക്കളുടെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലും ഇസ്ലാം നമ്മളോട് നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളൊക്കെ വേഷവിധാനത്തിലുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളുടെ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അതിന്റെ പേരിൽ ആരൊക്കെ ഹറാമിന്റെ നോട്ടം നമ്മളിലേക്ക് നോക്കിയോ അതിനവർക്കുള്ള ശിക്ഷയുടെ അതേ ശിക്ഷ ഇത് ധരിച്ചവർക്കുണ്ടാവും, ഇത് ധരിച്ചവർക്കുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഫിറ്റായ പർദ്ദ ധരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അവളുടെ ശരീരത്തിന്റെ ആ കൃത്യമായ വലിപ്പവും ആകൃതിയും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ടൈറ്റുള്ള പർദ്ദയാണെങ്കിൽ പോലും ധരിച്ചു നടക്കുന്നത് ഹറാമാണെന്നാണ് ശറഈന്റെ നിയമം. അങ്ങനെ ഒരു താല്പര്യത്തോടുകൂടെ അവളിലേക്ക് ഒരാൾ നോക്കിയാൽ ആ നോട്ടക്കാരനുള്ള കുറ്റത്തിന്റെ അതേ കുറ്റം ഇത് ധരിച്ചവർക്കുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഒരിക്കലും പെണ്ണ് പുരുഷന്റെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കരുത്. ഇന്നിപ്പോ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന മുസ്ലിം സഹോദരിമാർ എത്രയാണ്? ജീൻസ് പാന്റും ആണുങ്ങളെ പോലെയുള്ള ഷർട്ടും ധരിച്ച് നടക്കുന്ന എത്രയെത്ര മുസ്ലിം പെണ്ണുങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഖുർആൻ ക്ലാസ്സിനൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ കാണുന്ന കാഴ്ചയാകൂല ഒരു കല്യാണ വീട്ടിൽ പോയാൽ. ആണോ? ക്ലാസ്സിന് വരുന്ന പോലെ തന്നെ പലരും മാറുന്നുണ്ട്.
ക്ലാസ്സിന് വരുമ്പോൾ നല്ല അടിപൊളി പർദ്ദയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവര് തന്നെ ചിലപ്പോൾ സാഹചര്യത്തിന്റെ തേട്ടം കേട്ട് ഇനിയിപ്പോ നമ്മളവിടെ പർദ്ദട്ട് പോയാൽ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു മാറ്റം വസ്ത്രത്തിൽ, അള്ളാഹുവേ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഒപ്പിക്കേണ്ടവനൊന്നുമല്ല മുഅ്മിൻ. മുഅ്മിൻ അവന്റെ ഈമാന്റെ പവറും അടയാളവും എവിടെയും കാണിക്കണം. ഒരിക്കലും നമ്മുടെ പെൺമക്കൾക്കൊക്കെ അവരിന് 10 വയസ്സല്ലേ ഉള്ളൂ, 8 വയസ്സല്ലേ ഉള്ളൂ, 9 വയസ്സല്ലേ ഉള്ളൂ, 12 വയസ്സായിട്ടല്ലേ ഉള്ളൂ, അവരിൽ ഉണ്ടാക്കുന്ന ശീലങ്ങളാണ് പിന്നീട് അവരിൽ കാണുന്നത്, പ്രകടമാകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പെൺമക്കൾക്ക് ആണുങ്ങൾ ധരിക്കുന്നത് പോലുള്ള ജീൻസിന്റെ പാന്റും ഷർട്ടും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. മുഅ്മിനെ ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? ലഅന റസൂലുള്ളാഹി അൽ മുതശബ്ബിഹീന മിനർ റിജാൽ. പെണ്ണുങ്ങൾ ആണുങ്ങളോട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ സാദൃശ്യമാവുക, ആണ് ധരിക്കുന്ന വസ്ത്രം പോലെ ധരിച്ച് പെണ്ണ് വസ്ത്രം ധരിച്ച് നടക്കുക, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർരിജാൽ. ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക, ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക, പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കുക. ഓരോരുത്തർക്കും നാട്ടിലുള്ള രീതി അനുസരിച്ച് ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം മറികടന്ന് ഇങ്ങനെയൊക്കെ ഫാഷന്റെ പിന്നാലെ പോകുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അൽമർഅതു ഔറ, പെണ്ണെന്ന് പറയുന്നത് ഔറത്താണ്. ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ. ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവളുടെ കൂടെ നിരന്തരമായി പിശാചുണ്ടാകും. എന്താണ് പിശാചിന്റെ പണിയെന്ന് കേൾക്കണ്ടേ? ആളുകളെ കൊണ്ട് അവരിലേക്ക് ശ്രദ്ധിപ്പിക്കുക, നോക്കുക, അതിനനുസരിച്ചുള്ള പ്രകടനം അവളിൽ വെളിവാക്കുക. ഇതിനു വേണ്ടി പിശാച് കൂടെയുണ്ടാകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്നൊരു കാലഘട്ടമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളും നിബന്ധനകളൊന്നും പറയാൻ പറ്റൂല. അപ്പോഴത്തേക്ക് പലർക്കും ചൊറി തുടങ്ങും. അതിന്റെ പേരിൽ പലതരത്തിലുള്ള അസഭ്യവർഷം നടത്തുന്നു. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ആഖിറുസ്സമാനിൽ ഉണ്ടാവുന്ന നേരത്തെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാവുന്ന കരുതി ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ആളുകൾ പരിഹസിക്കുന്ന കരുതി നമ്മളെ വേഷവിധാനത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ? മുസ്ലിം എവിടെയും മുസ്ലിം ആവണം. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ മുസ്ലിമായി നമ്മൾ പറയുന്ന പറ്റുന്നില്ലേ പഠിച്ചോനെ? ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ മുസ്ലിമായി നമ്മൾ മാറരുത്. എപ്പോഴും ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിനൊക്കെ പിന്നെ നിറഞ്ഞ ഒരു ഈമാൻ വേണം. നിറഞ്ഞ ഒരു ഈമാനാണ് അതിനൊക്കെ ആവശ്യം. ഈമാനിൽ കമ്മി വന്നാൽ എല്ലാത്തിലും കമ്മി വരും, മാറ്റങ്ങൾ ഉണ്ടാകും. ഈമാൻ വളരെ കുറഞ്ഞു പോയാൽ സ്വഭാവത്തിലും സംസ്കാരത്തിലും വേഷവിധാനത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ സഹോദരിമാർ, അള്ളാഹുവെ അവരൊക്കെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പലപ്പോഴും ചില പ്രേരണകൾക്ക് വഴങ്ങി വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ അശ്രദ്ധരാവാറുണ്ട്. അങ്ങനെ അശ്രദ്ധരാകുന്ന പെണ്ണുങ്ങളെ എൻ്റെ കണ്ണോണ്ട് നിങ്ങൾക്ക് കാണണ്ട, വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സിൻഫാനി മിൻ അഹ്ലിന്നാരി ലമ്മറഹുമാ. എന്റെ സമുദായത്തിൽ നരകാവകാശികളായ 2 വിഭാഗമുണ്ട്. അവരെ ഞാൻ കണ്ടിട്ടില്ല, അവരെ ഞാൻ കാണാതിരിക്കട്ടെ. എനിക്കവരെ കാണുന്നത് പോലും വെറുപ്പാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 2 വിഭാഗം? സഹാബികൾ ഭയപ്പെട്ടു പോയി. അവര് മുത്തുനബിയിൽ നിന്ന് ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ശാപത്തിന്റെ വാക്ക് പറഞ്ഞതാ. ആരാണ് നബിയെ ആ 2 വിഭാഗം? ഹബീബായ നബി പറഞ്ഞു, 1
ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യളരിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. ഈമാനുള്ളവർക്കൊക്കെ പേടി കുടുങ്ങുന്ന ഹദീസ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിന്റെ ഒരു ചതിയിലും ദുനിയാവിന്റെ ഒരു വ്യാമോഹത്തിലും ഞങ്ങൾ പെടുത്തരുതേ റബ്ബേ.